3 പെൺപിള്ളേരുള്ള വീട്ടിലൊക്കെ ആണെങ്കിലേ അതിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ കാണുമല്ലോ. അപ്പൊ അവരെ പൊതുവെ പറയുന്ന ഇതാണ് വീട്ടിലെ ആൺകുട്ടി. നമ്മള് കണ്ടിട്ടില്ലേ, നമ്മള് ഒരു വീട്ടിലൊക്കെ ചിലപ്പോ ഗസ്റ്റ് ആയിട്ട് പോകുമ്പോഴത്തേക്ക് ഇവിടുത്തെ ആൺകുട്ടി ഇതാ, പെൺപിള്ളേര് മാത്രമുള്ള വീട്ടിലാണെങ്കിൽ. പക്ഷെ തിരിച്ച് നമ്മൾ ഇതുവരെ പറയുന്ന കേട്ടിട്ടില്ല. തിരിച്ചു പറയുകയാണെങ്കിൽ അവർക്ക് അതൊരു ഇൻസൾട്ട് ആയിരിക്കും അല്ലേ. അങ്ങനത്തെ ഒരു കാര്യം തന്നെയല്ലേ നേരത്തെ പറഞ്ഞു പോയത്. അതെ അതെ അതെ. ഞാൻ പറഞ്ഞ ഈ എൻ്റെ ഒരു ആ ഗ്രാമീണമായ ചുറ്റുപാടിൽ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അതിൽ നിന്ന് നമ്മള് പൊളിച്ച് പുറത്തു വരിക എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഒരു ടൗണിൽ വളർന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളതിനേക്കാളും ഒരു ഇരട്ടി സ്ട്രഗിൾ നമുക്ക് അതിന് ആവശ്യമുണ്ട്, ഇരട്ടി എനർജി ആവശ്യമുണ്ട് അതിന്. പലപ്പോഴും പലരും വളരെ സ്ത്രീവിരുദ്ധമായ നിലപാടുകൾ എടുക്കുകയും പഴഞ്ചൻ സെറ്റപ്പിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ പലപ്പോഴും കുറ്റപ്പെടുത്താൻ തോന്നാത്തതും അതുകൊണ്ടാണ്. അവർക്ക് അതിനുള്ള അവസരം കിട്ടിക്കാണില്ല, ഒരിക്കലില്ല, കിട്ടാത്തവരായിരിക്കാം അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ തിരിഞ്ഞു നിന്ന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോഴും പറയാറുണ്ട്, സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്കെതിരെ പറയുന്നു, അല്ലെങ്കിൽ അമ്മായി അമ്മയാണ് പ്രശ്നം, ഇങ്ങനെയൊക്കെ പറയുന്നത്. അവരെ അങ്ങനെയുള്ള അമ്മായി അമ്മമാരൊക്കെ ഈ സിസ്റ്റം വളർത്തിയെടുത്തതാണല്ലേ. അതുകൊണ്ട് അങ്ങനെ തിരിഞ്ഞു നിന്ന് കുറ്റം പറയാനും പറ്റില്ല എന്നുള്ളതാണ്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രത്യേകിച്ച് ഒരു ഗ്രാമത്തിൽ നിന്ന് വന്നിട്ടുള്ള വളർന്ന ഒരാളെന്ന നിലയിൽ ആ സമയത്ത് ഇപ്പോഴും പെൺപിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെയും മൈൻഡിലുണ്ടല്ലോ, അച്ചടക്കം വേണം, ഭയങ്കര കാമായിരിക്കണം, ഭയങ്കര പ്ലീസിങ് ആയിരിക്കണം, അങ്ങനെ ഈവൻ ഇരിക്കുമ്പോൾ പോലും ഒതുക്കം വേണം, നടത്തത്തിൽ ഒതുക്കം വേണം, ചിരിച്ച ശബ്ദം പുറത്തു വരരുത്, കാലിന്റെ മുകളിൽ കാല് കയറ്റി വെക്കരുത്. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അഹങ്കാരി ആയല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ബോക്സിൽ എപ്പോഴെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ? ഉറപ്പായിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ഒരു റെബല്യസ് ആയിട്ടുള്ള വളരെ റെബൽ നേച്ചറുള്ള ഒരാളാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ. ചട്ടമ്പിയായിരുന്നു. എനിക്ക് എന്തുകൊണ്ടോ എപ്പോഴും എൻ്റെ ഒരു ഫൈറ്റ് എപ്പോഴും ആൺപിള്ളേരുടെ അടുത്തായിരുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് ഒരിക്കലും പെൺകുട്ടികളോടല്ലായിരുന്നു എനിക്ക് ഫൈറ്റ്. എനിക്ക് എപ്പോഴും സ്റ്റിൽ എനിക്കത് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഞാൻ എപ്പോഴും കോമ്പീറ്റ് ചെയ്യാൻ നോക്കുന്നത് എന്തുകൊണ്ടോ ആണുങ്ങളോടാണ്. അതെന്തുകൊണ്ടാ എനിക്കറിയില്ല. എൻ്റെ ഒരു അല്ല, വൈബ് മാച്ച് ആവുന്നില്ല. എനിക്ക് കോമ്പീറ്റൻസ് തോന്നിയിട്ടുള്ള ആണുങ്ങളോടാണ്. സ്ത്രീകളോട് എപ്പോഴും സ്ത്രീകൾ ഓക്കെ, നമ്മൾ ഒരുമിച്ച് വളരേണ്ടവരാണ്, അല്ലെങ്കിൽ നമ്മൾ ഓക്കെ ആൾ ചെയ്തത് ഓക്കെ, ചിലപ്പോൾ അസൂയൊക്കെ തോന്നും, അല്ലെങ്കിൽ ശരിക്കും ഞാൻ ചിലപ്പോൾ അവരെ പ്രതി അഭിമാനം തോന്നും, അസൂയ തോന്നും, എല്ലാം ചെയ്യുമെങ്കിലും ആ ഒരു വല്ലാത്ത കോമ്പീറ്റൻസ് വരുന്നത് എനിക്കെപ്പോഴും ആണുങ്ങളോടാണ്. അതെനിക്ക് എന്തുകൊണ്ടാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം എൻ്റെ വീട്ടിൽ അമ്മ എന്നെ ഭയങ്കരമായിട്ട് മനസ്സിലാക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അമ്മ ഒരു കാര്യത്തിനും എന്നോട് വന്ന് ഫൈറ്റിന് വരില്ല. പക്ഷെ എൻ്റെ വീട്ടിൽ തുടക്കം മുതൽ എന്നോട് പല കാര്യങ്ങളിലും ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന അച്ഛനാണ്. ചിലപ്പോൾ ആ ഫൈറ്റ് ആയിരിക്കാം എനിക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ ഒരു ഫൈൻഡിങ് ഞാൻ കുറേ കാലം ഇരുന്ന് ആലോചിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ടായിരിക്കും. എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, അമ്മ ഒരിക്കലും എന്നോട് ഒരു കാര്യത്തിനും വഴക്കിടാൻ വരാറില്ല. വഴക്കിടാൻ പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്കുണ്ടാവും, അതല്ലാതെ അടിസ്ഥാനപരമായി ഫൈറ്റ് വീട്ടിൽ അച്ഛനും ഞാനും തമ്മിലായിരുന്നു. ഈ ഒരു കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞത് മേ ബി ആളുകൾ തെറ്റിദ്ധരിക്കും, ഇതൊരു വെറുപ്പാണോ, പുരുഷന്മാരോട് വിരോധമാണോ? ഒരിക്കലും അല്ല. അല്ലല്ല, ജോലി സ്ഥലത്താണെങ്കിലും നമുക്ക് ഒരു എന്തിൻ്റെങ്കിലും പേരിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന പലപ്പോഴും പുരുഷന്മാരോട് ആണ്. അതെ, ആ ഒരു ബോക്സിൽ നിന്ന് നമ്മൾ നേരത്തെ ആ ബോക്സ് എന്ന് വെച്ചാൽ ഞാൻ ആ ബോക്സിൽ പെട്ടിട്ടുണ്ട്. ഞാൻ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര ബഹളം വെച്ച് നടന്ന, ഭയങ്കര സ്കൂളിലെല്ലാ പരിപാടിക്കൊക്കെ പങ്കെടുക്കുന്ന, എല്ലാ സ്പോർട്സ് ഐറ്റംസിലൊക്കെ പങ്കെടുക്കുന്ന, അങ്ങനെ ഭയങ്കര ബഹളം വെച്ച് നടന്ന ഒരാളാണ്. പക്ഷേ കോളേജിൽ എത്തിയപ്പോൾ മുതൽ നമുക്ക് എവിടെ നിന്നൊക്കെയോ കിട്ടുന്ന ഒരു ഫീഡിങ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഭയങ്കര അച്ചടക്കമായിരിക്കണം, നിങ്ങൾ ആൺകുട്ടികളുടെ മുഖത്ത് അങ്ങനെ നോക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവിടെ പോയി ഒരു പ്രേമിച്ച് നടക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഒക്കെ തന്നെ നമ്മളങ്ങ് പൊതുവേ നമ്മളെ ഒരു ഷെല്ലിനകത്താക്കി വെച്ചിട്ട് കോളേജിൽ പഠിക്കുന്ന പലർക്കും ഇപ്പോൾ എന്നെ കാണുമ്പോൾ ഓ അന്നത്തെ ആ പാവം കുട്ടിയാണോ എന്നൊക്കെ പറയും. ഒറ്റപ്പാലം NSSന്റെ സൈഡിൽ കൂടി നടന്നു പോയ ആ പാവം പെൺകുട്ടിയാണെന്ന് നമുക്ക് തോന്നണില്ല എന്നൊക്കെ പറയും. ഈ ലക്ഷ്മി രണ്ടാണെന്ന് അവര് പറയുന്നത്. പക്ഷെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ലക്ഷ്മി ഉണ്ടായിരുന്നു, ഒരു തീ. പക്ഷെ ആ സമയം എനിക്ക് ആരാവണം എന്നറിയില്ല. ഇപ്പൊ എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്ത് അന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കായിരുന്നു, നിനക്ക് ആരാവണം? അപ്പം ഞാൻ പുള്ളിക്കാരുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് അങ്ങനെ ആരും ആവണ്ട, എനിക്ക് ചിലപ്പം ഹൗസ് വൈഫ് ആയിരുന്നാൽ മതി എന്നൊക്കെ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവരിപ്പോൾ ചോദിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മളിൽ ഇങ്ങനെ ആഗ്രഹം വരുന്നതും ഒക്കെ. സത്യത്തിൽ പ്രസ് ക്ലബ്ബിൽ പഠിക്കാൻ പോകുന്നത് വരെ ഞാൻ ജേർണലിസ്റ്റ് ആവണമെന്നൊന്നും വിചാരിച്ചിട്ടേ ഇല്ല.
ഇല്ല, വിചാരിച്ചിട്ടില്ല. ഈ ഒരു പാവം കുട്ടി എങ്ങനെ പ്രസ് ക്ലബിൽ ചെന്ന് പെട്ടു? അത് നമുക്ക് ഒരിക്കലും ആ ഒരു വേ എങ്ങനെ സംഭവിച്ചു മനസ്സിലാവുന്നില്ല. ഒന്നുമില്ല, എൻ്റെ അച്ഛൻ എന്നെ ടീച്ചറാക്കാനായിരുന്നു ആഗ്രഹം. വീട്ടിലെല്ലാവരും ടീച്ചർമാരാണ്. അച്ഛൻ്റെ പെങ്ങന്മാരെല്ലാവരും ടീച്ചർമാരാണ്. അച്ഛൻ്റെ അച്ഛൻ മാഷായിരുന്നു. അപ്പം ആ ഒരു ടീച്ചർ ഫാമിലിയിൽ എന്നെയും ടീച്ചറാക്കാം എന്നായിരുന്നു വിചാരിച്ചത്. അപ്പോൾ ഫിസിക്സിന് വേണ്ടത്ര മാർക്കില്ലാത്തത് കാരണം ബി എഡിന് അഡ്മിഷൻ കിട്ടാൻ കുറച്ച് വൈകി. അതായത് PGക്ക് പോകാനുള്ള മാർക്ക് അന്നേരം, അതായത് മെറിറ്റ് കിട്ടുന്ന ഒരു മാർക്ക് ഉണ്ടായില്ല. എനിക്ക് PG ഒട്ട് പോകാൻ താല്പര്യമില്ലായിരുന്നു. എന്നാൽ പിന്നെ BEd എടുത്തിട്ട് ഫിസിക്സ്, അതും അച്ഛൻ കമ്പൽ ചെയ്ത്, അതാണ് ഈ ഷെല്ലിനകത്ത് പെട്ടുപോയത് കൊണ്ടാണ് ഞാൻ ഫിസിക്സ് പഠിക്കേണ്ടി വന്നത് തന്നെ. ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്രം പോയി പഠിച്ചതാണ്. അപ്പോൾ എന്നാൽ പിന്നെ അച്ഛൻ തന്നെ വിചാരിക്കുകയാണ് എന്നെ ടീച്ചറാക്കാമെന്ന്. അപ്പോൾ ടീച്ചറാക്കാനുള്ള അതിനിടയിൽ കുറച്ച് ഗ്യാപ്പ്, BEdന് അഡ്മിഷൻ എടുക്കുന്നതിനിടയിൽ കുറച്ച് ഗ്യാപ്പ്. അപ്പോൾ അച്ഛൻ തന്നെ പറഞ്ഞു, എന്നാൽ പിന്നെ മോള് ഇവിടെ പ്രസ് ക്ലബിൽ ഇതിങ്ങനെ കോഴ്സുണ്ട്, അവിടെ ഒന്ന് പോയി ചേരുമോ എന്ന് ചോദിച്ചു. ഇലക്ട്രോണിക് ജേർണലിസം ചേരുക. അപ്പോൾ അച്ഛൻ അന്ന് ഈ TV ഒക്കെ കണ്ട് ഭയങ്കര അതിൽ വളരെ ഇൻട്രസ്റ്റഡ് ആയി. ഭയങ്കര അച്ഛൻ സ്ഥിരം TV കാണുന്ന ഒരാളാണ്. അപ്പോൾ അച്ഛൻ അതിൽ ഇലക്ട്രോണിക് ജേർണലിസം ഞാൻ പോയി ചേരുന്നതിനോട് അച്ഛന് ഇഷ്ടമായിരുന്നു. അച്ഛൻ എന്നെ പറഞ്ഞു വിട്ടു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അച്ഛന് മനസ്സിലായി ഞാനെന്തോ കൈവിട്ട് പോകുന്നുണ്ടോ എന്നൊരു സംശയം തോന്നിയിട്ട് തിരിച്ച് നമുക്ക് BEdന് ചേരാമെന്ന് പറഞ്ഞപ്പോൾ, പക്ഷെ അപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് ഭയങ്കരമായി അതിൽ അഡിക്റ്റഡ് ആയി പോകും. അത് തന്നെ എൻ്റെ പ്രൊഫഷന് ഞാൻ തിരഞ്ഞെടുക്കുകയൊക്കെ ചെയ്തു. ആ സമയമായപ്പോൾ തന്നെ എനിക്ക് അങ്ങനെ ഒരു ചിന്ത വന്നു, ശരി എനിക്ക് എൻ്റെ ഫീൽഡ് ഇതാണ് എന്ന് പറയുന്നത്. അതെ, പക്ഷെ എനിക്ക് അവിടെ പോയി ആ ക്ലാസ് പോകുന്നു. ഞാൻ സ്ഥിരം അന്ന് ഇന്ത്യ വിഷനൊക്കെയാണ് കാണുന്നത്, ഇന്ത്യ വിഷൻ സ്ഥിരം കാണുന്നു. അപ്പോൾ ആ റിപ്പോർട്ടേഴ്സ് ഫീൽഡിൽ പോയുള്ള റിപ്പോർട്ടിങ്, എനിക്ക് ശരിക്കും റിപ്പോർട്ടിംഗ് ആയിരുന്നു സത്യത്തിൽ അന്ന് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടുള്ളത്. പിന്നെ നികേഷ് കുമാർ, അങ്ങനെ കുറേ പേരൊക്കെ ആങ്കർ ചെയ്യുന്നു, അവർ ചെയ്യുന്നതൊക്കെ അനുപമ, അങ്ങനെ ഒരുപാട് പേരെ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ ഓക്കെ ഇതുപോലെയൊക്കെ ആവണം എന്നൊക്കെ തോന്നും. എന്നാൽ പിന്നെ ഇത് തന്നെ എന്നങ്ങ് ഉറപ്പിച്ചു പോകുമായിരുന്നു. അപ്പൊ അച്ഛന് മേ ബി അറിയാമായിരിക്കുമോ മകളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു, മോളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്? പിന്നെ അച്ഛൻ ആക്സെപ്റ്റ് ചെയ്തു. അച്ഛന് എന്തോ അറിയില്ല, അച്ഛൻ പക്ഷേ കുറച്ചു കാലം നിൽക്കണ്ട, വീട്ടിൽ വെറുതെ നിൽക്കണ്ടെന്ന് കരുതി വിട്ടതാ. പിന്നെ ഞാൻ അതെല്ലാം അങ്ങ് അഡിക്റ്റഡ് ആയി എന്ന് പറയുന്നത്. അങ്ങനെ അതെന്റെ ഒരു ഫീൽഡായി ഞാൻ തെരഞ്ഞെടുത്തു. അപ്പോഴത്തേക്കും അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടില്ലേ, അതെ, ഞാൻ ആക്സിഡന്റൽ ജേർണലിസ്റ്റ് ആണ്. ഇൻ കേസ് ഇപ്പൊ ഫിസിക്സ് ഒന്നും ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നല്ലോ, ഒരു ഫ്രീ മൈൻഡഡ് അച്ഛനൊക്കെ ആയിരുന്നെങ്കിൽ, സ്വന്തം ഇഷ്ടത്തിന് തീരുമാനിക്കാമായിരുന്നെങ്കിൽ ഏത് രീതിയിൽ പോയേനെ? അത് എന്താവുമായിരുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. മേ ബി ഞാൻ ജേർണലിസ്റ്റ് തന്നെ ആയേനെ. അതിനുള്ളൊരു സാധ്യതയുണ്ട്. ഇനി വേറൊരു രീതിയിൽ നമുക്ക് ഇമാജിൻ ചെയ്യാനേ പറ്റുന്നില്ല അല്ലേ? വേറൊരു രീതിയിൽ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ഫിലിമിൽ എന്തെങ്കിലും കൈ നോക്കിയേനെ എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് കുറച്ച് ഡയറക്ഷനൊക്കെ ഭയങ്കര താല്പര്യമാണ്. എപ്പോഴെങ്കിലും ഒന്ന് ട്രൈ ചെയ്യുമോ ഇനി? ഞാനൊരു ചെറിയ ഷോർട്ട് ഫിലിമൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ആ സമയത്ത് തന്നെ ഞാൻ ഇന്ത്യ വിഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഫിലിം ഡയറക്ടേഴ്സിനെയൊക്കെ കാണുമ്പോൾ ഞാൻ കൂടെ ഒന്ന് വർക്ക് ചെയ്യാം, ഞാൻ സിനിമ പഠിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അവരുടെ അടുത്തൊക്കെ ജയരാജ് സാറിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് എൻ്റെ ഒരു താല്പര്യം കണ്ടിട്ട് പിന്നെ ഞാൻ സ്വന്തം നിലയ്ക്ക് ഇതാക്കി സ്ക്രിപ്റ്റൊക്കെ ആക്കി അങ്ങനെയാണ് ഷോർട്ട് ഫിലിമൊക്കെ ആക്കിയത്. എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ അതിന് നമ്മുടെ ഈ ഒരു ജോലിക്കിടയിൽ അതിന് വേണ്ടി സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഭയങ്കര കഷ്ടമാണ്. നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ സമയം, അതായത് ഒരു യൂഷ്വലി ഒരു ഗവൺമെൻറ് എംപ്ലോയി ഒരു 9 to 5 ജോബ് പോലെയോ വേറൊരു ജോബ് പോലെയോ അല്ല. ന്യൂസ് റിപ്പോർട്ടിംഗ് എന്നൊക്കെ പറയുമ്പോഴേക്ക് നിങ്ങൾക്കൊരു അങ്ങനെ ഹോളിഡേയ്സ് ഇല്ല, ഒന്നുമില്ല, എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കണം. മേ ബി അടുത്ത ഒരു ബന്ധുവിൻ്റെ കല്യാണമോ നമ്മുടെ തന്നെ ഒരു പലതും നമുക്ക് ചിലപ്പോൾ മിസ്സായി എന്ന് വരാം. എങ്ങനെയാണ് പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും കൂടി മാനേജ് ചെയ്യുന്നത്? സമയം കിട്ടാറുണ്ടോ? പേഴ്സണൽ ലൈഫ് മിസ് ചെയ്യാറുണ്ടോ? മിസ് ചെയ്യാറുണ്ട് പലപ്പോഴും അത് മിസ് ചെയ്യാറുണ്ട്. കാരണം എല്ലാവരും സൺഡേ വീട്ടിൽ ഓഫീസിൽ പോകാതിരിക്കുമ്പോൾ നമ്മൾ സൺഡേ എല്ലാ ദിവസവും ഓഫീസിൽ പോകണം. പിന്നെ ഈ അതിനേക്കാൾ കുഴപ്പമില്ല, സൺഡേ നമുക്ക് മിസ്സായാലും ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് ഓഫ് എടുക്കാൻ പറ്റും. പക്ഷേ ഈ ഓണത്തിനൊക്കെയാണ് ശരിക്കും, ഓണത്തിന് നമ്മൾക്ക് ഓണം അങ്ങനത്തെ ചടങ്ങുകൾ വരുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചും ആങ്കേഴ്സ് കൂടിയാണല്ലോ, അപ്പോൾ നമ്മൾ നല്ല വേഷമൊക്കെ ഇട്ട് ആ ദിവസം സ്ക്രീനിൽ വേണം എന്നുള്ളതാണ്. ആരും അങ്ങനെ നിർബന്ധിക്കാറൊന്നുമില്ല ഇപ്പോൾ ഒന്നും. പക്ഷേ
നമ്മൾ ആ ദിവസം സ്ക്രീനിൽ വേണ്ടത് ഒരാവശ്യമാണെന്ന് നമുക്ക് തന്നെ തോന്നും. കാരണം നമ്മൾ ഇല്ലെങ്കിൽ ആ ഒരു ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം ആളുകൾ ടി വി തുറന്ന് നോക്കുമ്പോൾ വേണം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും അത് നമ്മളുടെ ഒരു ആഗ്രഹമായിട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ആ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആ ഒരു മുൻഗണന കൊടുക്കുമ്പോൾ നമുക്ക് വീട്ടുകാരുടെ കൂടെയുള്ള ഓണമൊക്കെ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അത് അച്ഛൻ്റെ അമ്മയുടെയും കൂടെയുള്ള ഓണങ്ങളൊക്കെ അങ്ങനെ ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് ആലോചിക്കുമ്പോൾ സങ്കടമുണ്ട്. അതുപോലെ തന്നെ വേറൊരു അർത്ഥത്തിൽ സന്തോഷമുണ്ട്. നമ്മൾ വേറൊരു അർത്ഥത്തിലാണ് ആളുകളുടെ മുന്നേ ആ ഓണ ദിവസമൊക്കെ എത്തിച്ചേരുന്നത്. അങ്ങനെ ഒരുപാട് അങ്ങനത്തെ സെലിബ്രേഷൻസ് ഒക്കെ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ഫാമിലി ടൈം ഒക്കെ കിട്ടാറുണ്ട്. പിന്നെ ഓഫും ലീവും ഒക്കെ ഉണ്ട് നമുക്ക്. അങ്ങനെ ഒരു ഓഫും ലീവും ഒന്നും ഇല്ലാത്ത സംവിധാനമേ അല്ല. പക്ഷെ അത് എല്ലാവരെയും പോലെ അത്ര അധികം കിട്ടുമോ എന്ന് വെച്ചാൽ ഇല്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ കറണ്ട് ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്കത് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഈ വെഡ്ഡിംഗ് ഒക്കെ പോലെ പ്രീ പ്ലാൻഡ് അല്ലാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ചില ഇവൻറ്റ്സ് ഉണ്ടാവും, അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി വരും. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എപ്പോഴെങ്കിലും സ്റ്റക്കായി നിന്നിട്ടുണ്ടോ? അതോ ഇതോ ഏതിന് പോകും ഇത് മാറ്റി വെക്കേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനത്തെ ഒത്തിരി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഉറപ്പായിട്ടും അച്ഛൻ്റെ അസുഖവുമായി ബന്ധപ്പെട്ടൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോഴൊക്കെ പലപ്പോഴും നമ്മൾ ജോലി തന്നെയാണ് അവിടെ കട്ട് ചെയ്ത് പേഴ്സണൽ കാര്യത്തിന് പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ തിരിച്ച് പേഴ്സണൽ കാര്യങ്ങൾ കട്ട് ചെയ്ത് ജോലിക്കും അത് നമ്മൾ നോക്കുമല്ലോ ഏതാണ് ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത്. നമുക്ക് ഒരു മുൻഗണന നിശ്ചയിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് അത് തിരിച്ച് ജോലിയുടെ കാര്യത്തിലാണെങ്കിൽ ചിലപ്പോൾ അതിന് പ്രിഫറൻസ് കൊടുക്കുകയും ചിലപ്പോൾ പേഴ്സണൽ കാര്യങ്ങൾക്ക് പ്രിഫറൻസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വല്ലാതെ അങ്ങ് സ്റ്റക്കായി നിന്ന് പോയിട്ടില്ല. പക്ഷെ അങ്ങനെ നമ്മളൊന്ന് ആലോചിച്ചാൽ ഒരു തീരുമാനം എടുക്കാറുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെയൊക്കെ ഒരു ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് റെക്കോർഡഡ് ആയിരിക്കും, എഡിറ്റ് ചെയ്ത വേർഷനാണ് നമ്മൾ ഔട്ട് ചെയ്യുന്നത്. ബട്ട് നിങ്ങളുടെ കേസിൽ കൂടുതലും ലൈവ് ആയിരിക്കും പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ ലൈവ് പോകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ മനുഷ്യന്മാർ എപ്പോഴും ഒരേ മൈൻഡിലായിരിക്കണം എന്നില്ല. എപ്പോഴും നമുക്ക് ക്യാമറയുടെ മുന്നിൽ പ്ലസന്റ് ആയിട്ട് പക്ഷെ നിൽക്കണം. മൈൻഡ് ഓക്കെ അല്ലാത്തൊരു സിറ്റുവേഷനിൽ ക്യാമറയുടെ മുന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കേണ്ട സിറ്റുവേഷൻസ് വരാറുണ്ടായിരിക്കുമല്ലോ അല്ലേ? ഞാൻ ഇപ്പോൾ ബ്രേക്ക് പറയും, സ്പോട്ടില് ബ്രേക്ക് പറയും. അതല്ലാതെ കരഞ്ഞു പോയിട്ടൊക്കെ ഉണ്ട് ചില വാർത്തകൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒക്കെ ഇമോഷണൽ ആവും. നമ്മൾ അന്നേരം ആരും കാണാതെയൊക്കെ കണ്ണുടച്ച് വാർത്ത വായിച്ചിട്ടൊക്കെ ഉണ്ട്. ബാലഭാസ്കർ എൻ്റെ സുഹൃത്തായിരുന്നു. അപ്പോൾ ബാലഭാസ്കറിൻ്റെ മരണം ശരിക്കും ഞങ്ങൾക്ക് കുറേ മീഡിയ ഫ്രണ്ട്സ് ഉണ്ട് പുള്ളിയുടെ. അപ്പം ഞങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് ശ്രീജ ഇവരൊക്കെ തന്നെയും ബാലഭാസ്കറിൻ്റെ മരണം വന്ന് ഞാനൊന്ന് മോർണിംഗ് ഷോയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പറയേണ്ടി വരുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ കരയും. ചിലപ്പോൾ കണ്ണീര് പുറമേക്ക് വരില്ല, പക്ഷെ നമ്മൾ തകർന്നിട്ടായിരിക്കും പറയുന്നത്. പക്ഷെ അത് മനുഷ്യർക്ക് ആ അർത്ഥത്തിൽ മനസ്സിലാവണം എന്നൊന്നുമില്ല. നമ്മൾ അത്രയും തകർന്നിട്ടാണ് സംസാരിക്കണമെന്ന്. അതുപോലെ ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക് ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾ മതി എന്നെ ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ആളാണ്. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനുമായി കണക്ട് ചെയ്താൽ സ്ട്രോങ് ആണോ എന്ന് വെച്ചാൽ പെട്ടെന്ന് കരയുന്ന ആൾ കൂടിയാണ്. പെട്ടെന്ന് കരയുന്ന ആളുകളെല്ലാം സ്ട്രോങ് അല്ലേ എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന ആ ഡെഫിനിഷനിൽ കരയുന്ന ആളുകൾ സ്ട്രോങ് അല്ലാതിരിക്കുന്നില്ല, ദുർബലരല്ല. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള പലപ്പോഴും മുന്നേ പോകുന്ന ഒരു സ്റ്റോറി അത് ഭയങ്കര നമ്മളെ ഇമോഷണലി ഹോണ്ട് ചെയ്യുന്ന ഒന്നാണെങ്കിൽ ചിലപ്പം അത് കഴിയുമ്പോഴത്തേക്കും ഒന്ന് കണ്ണൊക്കെ ഇതാക്കാറുണ്ട്. പിന്നെ തീരെ മാനേജ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ ബ്രേക്ക് പറയാറുണ്ട്. അങ്ങനെ ബ്രേക്ക് പറഞ്ഞൊരു സിറ്റുവേഷൻ ഈ അടുത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്ത് തന്നെ ഒരു നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും, ഇതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയ അറ്റാക്കും ട്രോളും ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഞാൻ അതിനകത്ത് എനിക്ക് വളരെ ഇമോഷണലി എന്നെ ടച്ച് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ അതിനകത്ത് അത് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ കുറച്ച് അത് കരയല്ല, നമ്മൾ ഒന്ന് ഓക്കെ അല്ലാതിരിക്കില്ല, നമുക്ക് ഒന്ന് ബ്രീത്ത് എടുക്കാൻ തോന്നില്ലേ, ഞാൻ അതിനുവേണ്ടി ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ട്. അതല്ലാതെ കരഞ്ഞു പോയിട്ടും ഉണ്ട് സത്യത്തിൽ. അത് ഓണെയർ കരഞ്ഞു പോയിട്ടുള്ള അത് പിന്നീട് എല്ലാവരും ഇപ്പോൾ കോമഡി ആയിട്ട് പറയും. നമ്മൾ കിംകിടുക്ക് മരിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടി ലൈവിലേക്ക് പോയി നിൽക്കുമ്പോൾ എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോകാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് നമ്മൾ കോവിഡിൽ എല്ലാവരും കൂടി അടഞ്ഞിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അന്നേരം ശരിക്കും അവിടെ ഫെസ്റ്റിവൽ നടക്കേണ്ടുന്ന ഡിസംബർ ടൈമിലൊക്കെ മറ്റുമാണ് കിംകിടുക്ക് മരിക്കുന്നത്. ആ സമയത്ത് ഇങ്ങനെ നമ്മളെ ലൈവിലേക്ക് നിർബന്ധിച്ച് കൊണ്ടുപോയി നിർത്തുകയും ഏഷ്യാനെറ്റിൽ വെച്ച്
ഞാൻ പെട്ടെന്ന് ഈ മൊത്തത്തിൽ ഉള്ള നമ്മുടെ ഒരു അടഞ്ഞിരിപ്പും, ഇദ്ദേഹത്തെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണാൻ വേണ്ടി നമ്മളിങ്ങനെ പോയതും, ആ ഫെസ്റ്റിവൽ കാലം മിസ് ചെയ്യുന്നതും, കിങ്കിടുക്ക് മരിച്ചു പോയല്ലോ ഇത്രയും ചെറിയ പ്രായത്തിലെന്ന് വിചാരിക്കും, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഒറ്റ കരച്ചിൽ. അത് പക്ഷേ അതൊക്കെ ലൈവിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ അല്ലാത്ത എനിക്ക് പലപ്പോഴും ചില വേദികളിലൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെയാണ്, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലേക്ക് എനിക്ക് ഒന്നാമത് ഈ പ്രസംഗം തീരെ വഴങ്ങാത്തൊരു സാധനമാണ്. ക്യാമറയുടെ മുന്നിൽ നിന്ന് നമ്മൾ എന്തും സംസാരിക്കും, പക്ഷേ പബ്ലിക് ഒരു അല്ലാത്ത ഇടത്ത് പോയാൽ എനിക്ക് എൻ്റെ ഇമോഷൻസിനെ ഒന്നും ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എനിക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ ചിലപ്പോൾ മൈക്കിൻ്റെ മുന്നിൽ തന്നെ നിന്ന് കരഞ്ഞു പോയ സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മൾ ഈ റിപ്പോർട്ട് നടക്കുന്ന സമയങ്ങളിൽ പലപ്പോഴും ഇപ്പം നമ്മുടെ ഫ്ലഡ് വരുന്ന സമയത്ത്, അതുപോലെ ചൂരൽമല ഇൻസിഡൻറ്റ് നടന്ന സമയത്ത്, ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ടി വിയിൽ കാണുമ്പോൾ തന്നെ ഭയങ്കര ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും നമ്മൾ കാണുന്നത്. അപ്പം നിങ്ങൾ കുറച്ചുകൂടെ അതിലും റോ ആയിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പരിചയമില്ലാത്തവർക്ക് വേണ്ടിയിട്ടും കരഞ്ഞിട്ടുണ്ടാവുമല്ലോ? ഉറപ്പായിട്ടും. നമുക്ക് അതിനകത്ത് പരിചയം എന്ന് പറയുന്ന ഒന്നും ഒരു കാര്യമല്ല. അതിനകത്ത് ചെറിയ കുട്ടികൾ മരിച്ചിട്ട് ട്രിവാൻഡ്രത്ത് ആക്സിഡൻ്റ് ഉണ്ടായപ്പോൾ ഓരോ കുട്ടികളെയും ഈ കുട്ടി മരിച്ചു, ഈ കുട്ടി ഓരോ മക്കളുടെയും പേരിങ്ങനെ പറഞ്ഞിട്ട് ഇവർ മരിച്ചാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി ആ പ്രിൻസിപ്പളിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഒക്കെ നമ്മൾ കരഞ്ഞുകൊണ്ടാണ് സത്യത്തിൽ പോകുന്നത്. പിന്നെ ശ്രീനാഥ് മരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ബൈറ്റ് എടുക്കാൻ പോകുമ്പോൾ അവർ പൊട്ടിക്കരയുമ്പോൾ അവരുടെ കൂടെ ഇരുന്ന് നമ്മൾ കരഞ്ഞു പോവും. പിന്നെ അതൊന്നും ക്യാമറയിൽ വരില്ല. അതൊക്കെ ഇപ്പോഴൊക്കെ ആണെങ്കിൽ പലപ്പോഴും ക്യാമറയിലൊക്കെ അത് വന്ന് വേറെ തരത്തിലൊക്കെ ആവും. പക്ഷെ അന്നത്തെ നമ്മളത് കണ്ണുനീര് അവിടെ വെച്ചിട്ട് ബൈറ്റ് എടുക്കും. ഈ ചൂരൽമലയിലൊക്കെ പോയപ്പം സത്യത്തിൽ ഈ ചെറിയ കുട്ടികളുടെ മൃതദേഹം കാത്തുവയ്ക്കുന്ന അച്ഛൻ, അവരുടെ അടുത്തൊക്കെ പോയി ബൈറ്റ് എടുക്കുമ്പോൾ അവർ കരയുമ്പോൾ നമ്മൾ സൈഡിൽ കൂടെ കണ്ണൊക്കെ തുടച്ച് നിൽക്കും. അത് നമ്മൾ ആരായാലും അങ്ങനെ ഇമോഷണലായി പോകുന്നതാണ് തോന്നുന്നത്. അവിടെ നമുക്ക് വലിയ പടച്ചട്ടയിട്ട് ഇവിടെ ജേർണലിസ്റ്റാണ് എന്ന് പറയുന്ന മുഖംമൂടിയൊന്നും പറ്റത്തില്ല, എല്ലാം മനുഷ്യരല്ലേ. അപ്പം അത്തരം വിഷയങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അങ്ങനെ ഇമോഷണലായി പോകാറ്.